എന്താ ഉണ്ടാക്കണെന്ന്? തലക്കറി തല ഇട്ടുണ്ട്. തലക്കറിയും പുട്ടും, അടിപൊളി പുട്ടും തലക്കറിയും. ഈ എന്തിൻ്റെ തലയാണിത്? ഇത് എന്തിന്റെ തലയൊന്നും പറഞ്ഞു സംഭവം. കണ്ണ് തിന്നാലും നമുക്ക് കണ്ണിന് കാഴ്ച കൂടുന്നില്ല. അങ്ങനെയല്ലേ കണ്ണ്? അടിപൊളിയാണ്. ഒരു കണ്ണുള്ളൂ. എൻ്റെ അമ്മേ വന്നിട്ട് ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കര ഇതാണ്. പക്ഷെ എനിക്കതിനോട് പുച്ഛമാണ്. കാരണം ഇത്ര ദിവസമായിട്ട് അവർ വന്നിട്ട് അവിടെ തുർക്കി ഭൂമിയിലൊക്കെ ഉണ്ടായിട്ട് ഇന്ത്യൻ സംഘം പോയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യുള്ളൂ. അവരെന്താ പറഞ്ഞ? അവര് രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉള്ളൂ തെരച്ചിലുണ്ടാവുള്ളൂ. എന്തൊരു സംവിധാനം അല്ലേ? അത് ഒന്നാമത്തെ ഒരിക്കലും തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആളില്ല. ഒരിക്കലും തരഞ്ഞാൽ വേറെ ഒരിക്കലും തരുന്നൂടെ, രണ്ടോടത്തും തരുന്നൂടെ. ഇല്ലെങ്കിൽ വേറെ തരിക. ആൾക്കാരാണ് ചെല്ലാം, നമ്മുടെ ആൾക്കാരും ചെല്ലാൻ വയ്ക്കണില്ല. അതെ, നമ്മളെ ആൾക്കാരോട് അടുപ്പിക്കണത് കേരളക്കാരോട് പോകാനാറുണ്ട് അല്ലേ? എന്തെല്ലാം ആളുകൾ നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ രക്ഷപ്പെടുന്നുണ്ടോ കേട്ടോ. നമ്മുടെ നാട്ടിലാണ് ഉള്ളോടൊന്നും എടുക്കില്ല. ജനങ്ങളെ എല്ലാ തരം ആൾക്കാരും ഉണ്ടാകും. അത്രേ ഉള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കണം? എന്തൊക്കെ മുന്നിലേക്ക് വേണ്ടത്? ഇത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചാവക്കാടൻ സ്റ്റൈല്. ചാവക്കാടൻ സ്റ്റൈൽ തലക്കറി. ചാവക്കാടൻ കൊടുത്തേക്കാം. എന്തൊക്കെയാണ്? തക്കാളിയും പച്ചമുളകും. ഇപ്പൊ തക്കാളി, പച്ചമുളക്, ഗൾഫ് ചെയ്യുന്ന സാധനങ്ങൾ. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കറിവേപ്പില, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ചതറും കണ്ടില്ല. ഇതേപോലെ ചതറണം. ആയിക്കോട്ടെ കാണട്ടെ. കണ്ണ് തുറന്നിട്ട് കട്ടയിടോ. എന്താ കണ്ണരി? എന്താ ഇത്? ഞങ്ങൾ ചാവക്കാട്ട് ഇത് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അതിൽ പ്രത്യേകിച്ച് ഉലുവടും, കടുക്, ഉലുവ, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ. ഉലുവ കാണാത്തവർക്ക് ഇതാണ് ഉലുവ. എത്ര മണി ഉണ്ടായാലും ഒരു ഇത് 112 ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാ കടലിലുള്ള എല്ലാ മീനുകളും മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിലിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് ഇടുമ്പോഴേ 1.5 ഇഞ്ചിന് കൂടാൻ പാടില്ല. 1.5 ഇഞ്ചിൽ കട്ടിങ് വേണം. അതേപോലെ കറിവേപ്പില, അതും അത് ഉണങ്ങിയതല്ല, ഫ്രഷ് നമ്മൾ പൊട്ടിച്ചിട്ട് ഉണക്കി വെക്കണതാണ്. അതിന് സ്മെല്ലൊന്നും പോകില്ല. ഓക്കെ. പച്ചമുളക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 1.5 ഇഞ്ചിൽ ഉള്ളി വരണം. 1.5 ഇഞ്ചിൽ നീളം ഉണ്ടാവണം. നല്ല അടിപൊളി ഫ്രഷ് ഉപ്പെന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ കൊട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ചാവക്കാട്ടേക്ക് പ്രത്യേകിച്ചുള്ളത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഞങ്ങൾ ഹോട്ടലുണ്ടല്ലോ. കൊട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിലിട്ടുള്ള സാധനങ്ങളൊക്കെ ഓക്കായി എന്നുള്ള ഒരു ചങ്ങായി. ഇതിപ്പം തൃശ്ശൂരത്തെ കാര്യത്തിൽ നമ്മൾ മലപ്പുറത്ത് മലപ്പുറത്തെ പച്ചമുളക് അരിയുമ്പോൾ എത്ര ഇഞ്ച് അരിയാ? നമ്മള് 2 ഇഞ്ച് വലുപ്പത്തിൽ ഞങ്ങള് മറ്റേ പച്ചമുളക് കറിയുള്ളൂ. അത് കണക്കില്ല. നമ്മള് ഇളക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ കൊട്ടിന് ചിലപ്പോ ഇളക്കം കൂടുമ്പോ 2-3 കൊട്ട അടുപ്പിച്ചോണ്ട് വരും. ഞങ്ങള് കൊട്ടോ. അപ്പൊ നമ്മള് കൊട്ടണം. എന്തായാലും കൊട്ട കണ്ടിട്ട് സാധനം വെറൈറ്റി ആണ്. കൊട്ടിന്റെ കണക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തലക്കറി എങ്ങനെ ഉണ്ടാക്കി നിങ്ങള്? തലക്കറി കഴിക്കാറുണ്ട്. റിസ്ക് ഇല്ലാത്ത പരിപാടി, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന സംഭവം. നിങ്ങളെല്ലാവരും
ഇത് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടല്ല ഉണ്ടാക്കാണ്ടിരിക്കുന്നത്. വളരെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് തലക്കറി. ഈ കോട്ടയല്ലേ? ചെങ്ങന്നൂര്. ചെങ്ങന്നൂര് മീൻ തല കിട്ടില്ല. പിന്നെ ഇഷ്ടം പോലെ തൃശ്ശൂരിന്റെ അപ്പുറം കിട്ടുന്ന അതായത് മൂപ്പരെന്താ പറഞ്ഞാൽ കറി ഉണ്ടാക്കി ഇവിടെ ഒരു കൊട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചാവക്കാട്ടേക്ക് ഒരു കൊട്ടിന് കുറെ കണക്കുണ്ടെന്ന് പറഞ്ഞു. അത് 2 കൊട്ട് ഒട്ടിക്കഴിഞ്ഞിട്ട് ഹാഫ് ഉള്ളി ഗോൾഡൻ കളറായി, പച്ചമുളക് വെള്ളി കളറായി, ഓക്കെ, ഇഞ്ചി ചെമ്പിന്റെ കളറായി. അപ്പൊ അതിന് ശേഷം നമ്മള് ടൊമാറ്റോ എന്ന് പറയും, ഞങ്ങളുടെ തക്കാളി, ചാവക്കാട്ടിൽ തക്കാളി പറയും. അത് ഇങ്ങനെ കൊണ്ടില്ല അതെ, ഞങ്ങളും തക്കാളി തന്നെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ 2 തൊട്ട് കൊട്ടി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ 1 മിനിറ്റ്, ഇത് ചങ്ങനാശ്ശേരിക്കാർ ഇതെന്താ പറയുന്നത് നാട്ടില്? കുടംപുള്ളി. നിങ്ങളവിടെ എന്താ പറയാ? അല്ല ഒന്ന് എങ്ങനെയുണ്ട്? പുളിയുണ്ടാ? പിന്നെ പുള്ളി പറയാൻ കാരണം എന്താ, ചോദിക്കാൻ കാരണം എന്താ? നല്ല മധുരാവില്ല. വീട്ടിലുണ്ടായതാണ് കേട്ടാ, കടയിൽ നിന്ന് മേടിച്ചതല്ല. പക്ഷെ ഞങ്ങൾ മലപ്പുറക്കാര് വല്ല കൂടുതൽ വാളംപുളി ഇടുക. ഇത് ഞങ്ങള് വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് മൂപ്പരൊപ്പം കൂടി തന്നെ കുടംപുള്ളി. ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഓക്കെ, ഇത് മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം. ഈ സ്പൂൺ കൊണ്ട് ഒരു 1-1.5 സ്പൂൺ നമുക്ക് ഇടണം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഇടണം. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് സാധാ മുളക് പൊടി. മുളക് പൊടി അത്യാവശ്യം കേട്ടോ. കണക്കൊന്നുമില്ല, നമ്മള് നാളെ പണിക്കുമല്ലോ കേട്ടോ. അതേപോലെ വേറെ മുളക് പൊടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിട്ട്. ഇത് മല്ലിപ്പൊടി. ഇത് നമ്മളൊരു കമ്മട്ടം. ഇത് കാശ്മീരി ചില്ലി പൗഡർ. അത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിട്ട്, ഇത് എരിവൊന്നുമില്ല, ഒരു കളറിന് വേണ്ടിട്ട്. അത്രേ ഉള്ളൂ. പൊടികള് ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ മൈദമാവും ചായപ്പൊടി മൺകുറച്ച് ഇടാം. ഇതൊക്കെ എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. പക്ഷെ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെള്ളം വീശുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഉപയോഗിക്കുക. അത് ഞങ്ങള് ഒഴിക്കാം. ഇത് നമ്മളെ പുട്ടുംപൊടി, പണ്ടത്തെ പുട്ടുംപൊടി അല്ല, വെറൈറ്റി പുട്ടുംപൊടിയാണ്. ഇത് ഒരു ഗ്ലാസ് പുട്ടിന് 1.5 ഗ്ലാസ് വെള്ളം. ഓക്കെ, നമ്മള് 2 ഗ്ലാസ് ഇടുന്നുണ്ട്. കാരണം അടുത്ത അയൽവാസികളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇതിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ 2 ഗ്ലാസ് പുട്ട്. ഇത് എത്ര കുറ്റി കിട്ടും? ഇതിപ്പോ ഒരു 4-5-6 കുറ്റി കിട്ടും. കേട്ടില്ലേ? 5-6 കുറ്റി കിട്ടൂല. നിങ്ങൾ കാണോട്ടോ. ഉപ്പ് കൂടിട്ടോ? ഉപ്പ് കൂടിയ ചാവക്കാട്ടേരാണ്. ഉപ്പ് എങ്ങനെ കൂടിയ? ചാവക്കാടൻ പുട്ട. ഇത് സാധനം മാറിയല്ലോ. ഇത് നാരങ്ങ സോഡ. ഇത് കറക്റ്റ് അളവാട്ടാ. അപ്പൊ 2.5 ഗ്ലാസ് പുട്ടിന് എത്രയാണ്? 2 ഗ്ലാസ് പുട്ടിന് 3 ഗ്ലാസ് വെള്ളം. അതൊരു കമ്മട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നിങ്ങൾ ഉണ്ടാക്കിയാൽ മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ട്? ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും അഭിപ്രായം പറഞ്ഞ കൂട്ട് നമ്മുടെ നാട്ടിലെ നല്ല കുത്തരി പൊടിയെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട്. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതേപോലെ വെക്കുക. ഒന്നും ചെയ്യണ്ട, ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ആക്കും. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് മൂടി വെക്കും. ഓക്കെ, ഇതെന്താണ്? പൊടിക്കയ്യ. ഇതൊരു പൊടിക്കൈ. ചട്ടി ഓർത്തിട്ടോ. അതാ കണ്ണി കണ്ടൊക്കെ ഇട്ടിക്കണം. എന്തൊക്കെ കഴിക്കണത്? ഇതിപ്പോ എല്ലും കറിയായോ? എന്ത് കറിയാണ്? കഴിഞ്ഞോ? സാധനം കഴിഞ്ഞോ? ഉണ്ടാക്കി പരിപാടി കഴിഞ്ഞോ? എന്താ വെച്ചാൽ മതിയോ? സാധനം വന്നപ്പോ എന്തോന്നാ വീഡിയോ കിട്ടാ.
എന്തറാ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം അത്. നോക്കട്ടെ. മോനെ പുളി പാകത്തിന്, ഉപ്പ് കാണാൻ പറയാം. ഇതാ അതെന്താണ്? ഇത് നമ്മള് ഉന്നയിസിനുള്ളടാ. അതെന്താണ്? ഉന്നയിസിനുള്ള ബിരിയാണി. ഫുഡ് റെഡി. അപ്പൊ നിങ്ങക്ക് മെസ്സ പരിപാടി? അങ്ങനൊന്നുമില്ല. ഉന്നയിസ എന്താ നടക്കും പുട്ട്? അതാണ് ഞങ്ങളുടെ നാട്ടിലെ പുട്ട്. ഇങ്ങനെ 2-3 സ്പൂൺ പൊടി ഇട്ട് അതിന്മേലൊരു പുട്ടിന്റെ അടിയിൽ തേങ്ങ ഒരു ശരിയാന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ അന്ന് കരിജീരക കിട്ടിയ പുട്ടില് അത് ഒരു മെഡിസിനാണ്. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കരിജീരകം നല്ലതാണ്. പിന്നത്തേക്ക് നമ്മളത് ചേർത്ത്, കാരണം മീനായതുകൊണ്ട് യോജിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പണ്ടുള്ളവർ പറഞ്ഞു തേങ്ങയുടെ എന്താ പുട്ടിന്റെ എല്ലാം തേങ്ങ ചേർത്ത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 മിനിറ്റിന്റെ ഉള്ളിൽ 3 കുറ്റി പുട്ട് എങ്ങനെയാണെന്ന് നോക്കിയത്. ഇത്ര പരിപാടിയുള്ളൂ. വെള്ളം വീറ്റിയൊക്കെ വേലാണ്ട് മറ്റുള്ള പണ്ടത്തെ പോലത്തെ ഒന്നും ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സ്പൂൺ കൊണ്ട് തേങ്ങ ഇടണമെന്നുണ്ട്. കൈ കൊണ്ട് തേങ്ങ വെച്ച് ബാക്കിയുള്ള തേങ്ങ കേടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്പൂൺ കൊണ്ട് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചു വെക്കാം. അത്ര ഉള്ളൂ. നമ്മളെ മീൻകറി നോക്കട്ടെ. മീൻകറി മോനെ അതാണ് മീൻകറി അല്ലേ? തലക്കറിയും പുട്ടും. അതാണ് കഴിഞ്ഞോ? എന്തായി? മീൻകറി പുട്ടും. മാനുക്കാക്ക് ഇട്ട് കൊടുക്കണം. മാനുക്ക എങ്ങനെയുണ്ട്? മാനുക്ക പുട്ട് മുട്ട എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മാനുക്ക? ചതറി മോനെ. ആ മാനുക്കാക്ക് ആ കരടെന്ന് പറഞ്ഞാൽ അതെൻ്റെ ചാവക്കാട് കയറി തരാം. അത് ചെതറി.